ഷട്ടി ഒഴിവാണെന്നല്ലേ ഈ ഷട്ടി ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓട്ടോ ട്രസ്റ്റ് ടെക്നിക്കൽ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ സാൻഡ്രോസിങ്ങിൻ്റെ 1 lakh സർവീസാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1,28,19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബെൽറ്റുകളും ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ മറ്റേ ഓയിൽ സർവീസ്, അതിൻ്റെ പ്ലഗ്, ഫ്യൂൽ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, അങ്ങനെയുള്ള സർവീസ് മെയിൻ്റനൻസ് പാർട്സ് എല്ലാം തന്നെ എല്ലാ ഫിൽറ്ററുകളും എയർ ഫിൽറ്റർ കംപ്ലീറ്റ് എല്ലാം മാറണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ 1 lakhൻ്റെ സർവീസിൻ്റെ കാര്യം പറയാൻ കാരണം ഈ 1,00,000 കിലോമീറ്ററിൽ കറക്റ്റായിട്ട് ഈ മാരുതി, ഹുണ്ടായി അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ 1,00,000 കിലോമീറ്ററിൽ കറക്റ്റായിട്ട് ടൈം ബെൽറ്റ് ചേഞ്ച് ചെയ്ത് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് ഒരു റബ്ബർ ബെൽറ്റാണ്. ഇതുപോലത്തെ റബ്ബർ ടൈമിംഗ് ബെൽറ്റാണ്. ഇത് 1 lakh കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ഇതിൻ്റെ കണ്ടീഷനും അതുപോലെ നല്ലോണം തേയ്മാനം ഒക്കെ സംഭവിക്കും. അപ്പോൾ ഇത് മാറാതെ നമ്മളിപ്പോൾ ഓടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. അങ്ങനെ കംപ്ലീറ്റ് സ്മൂത്തായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കും, കുഴപ്പമില്ല. എക്സ്ട്രാ സൗണ്ടുകളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടാൻ സാധ്യതയുണ്ട്. 1 lakh കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ബെൽറ്റ് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പിസ്റ്റൺ വന്ന് വാൾവിലടിച്ച് ബുദ്ധിമുട്ടാവും. ഹെഡിനും എഞ്ചിനും ഒക്കെ പണി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ ബെൽറ്റിന് അത്ര വിലയൊന്നുമില്ല, പിന്നെ ലേബർ ചാർജ് ആവുള്ളൂ. ഈ ബെൽറ്റ് എല്ലാ 1 lakhലും മാറ്റി വിട്ട് 1 lakh എന്നുള്ളത് 90 മാറ്റിയാലും കുഴപ്പമില്ല. അഡ്വാൻസ് ആയിട്ട് മാറ്റുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ 1 lakൽ കറക്റ്റ് ഷെഡ്യൂളിൽ മാറ്റിയില്ലെങ്കിൽ എന്തായാലും നമുക്കത് പണി കിട്ടും. അത് ഒരുപാട് നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഇത് കണ്ടോ, 1 lakh ഓടിയതാണ് ബെൽറ്റ്. കണ്ടോ, ഈ അവസ്ഥയിലാണ് എഞ്ചിനിലിരിക്കുന്നത്. ടൈമിംഗ് ബെൽറ്റാണ്. നമുക്ക് ഡ്രൈ ബെൽറ്റ്, AC ബെൽറ്റ്, അങ്ങനെ വല്ല ഓൾട്ടർനേറ്റർ ബെൽറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ കാണും. ഇത് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ഈ അവസ്ഥയിലാണ് ബെൽറ്റ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ റണ്ണിങ്ങിൽ വന്ന വണ്ടിയാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ 1 lakൽ സർവീസ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ കസ്റ്റമറിനെ വിളിച്ച് പറയുന്നത് ടൈം ബെൽറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര വലിയ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. ചില ആൾക്കാർക്ക് പറഞ്ഞാൽ അറിയും, ടൈം ബെൽറ്റ് മാറിക്കോളൂ പറയും. ചിലവർക്ക് ഈ ബെൽറ്റ് എന്ന് പറയുമ്പോൾ ടൈം ബെൽറ്റ് എന്ന് പറഞ്ഞാലും അത് എത്രത്തോളം അത് പ്രാധാന്യമുണ്ട് എഞ്ചിനെന്നുള്ള കാര്യം ആർക്കും അങ്ങനെ അറിയില്ല. നമ്മൾ പിന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാറ്. 1 lakൽ ആ കുഴപ്പമില്ല, അടുത്ത പൈസയില്ല, അടുത്ത സർവീസിന് മാറാമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഓക്കെ, കസ്റ്റമർ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് വിടുകയും ചെയ്യും. സർവീസ് കഴിഞ്ഞതായി. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് എത്ര കിലോമീറ്റർ ഓടുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നില്ല. 2,000 കിലോമീറ്റർ 3,000 കിലോമീറ്റർ വരെ തന്നെ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിത് ഓരോ 1 lakലും ചേഞ്ച് ചെയ്ത് തന്നെ ആവണം. ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞാലും ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അത് മാറ്റുക തന്നെ ചെയ്യണം. ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും എഞ്ചിന് പണി കിട്ടും. ഇതൊക്കെ മൊത്തം പൊട്ടി ഇതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു സർവീസ് കഴിഞ്ഞ് ഒരു 2,000 കിലോമീറ്റർ ഓടുമ്പോഴായിരിക്കും ഈ കംപ്ലയിൻ്റ് എന്തെങ്കിലും വരുന്നത്. ആ സമയത്ത് ബുദ്ധിമുട്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് കഴിഞ്ഞിട്ട് പോയി എൻജിൻ കംപ്ലയിൻ്റ് ആയി, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആ സമയത്ത് പണിയായ സമയത്ത് പിന്നെ നമ്മൾ അന്ന് പറഞ്ഞതല്ലേ സാറേ അത് മാറ്റാൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞാലും കസ്റ്റമർ ചിലപ്പോൾ വില്ലിങ് ആയി എന്ന് വരില്ല. അത് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്ര ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും 1 lakh കിലോമീറ്റർ ഇല്ലെങ്കിൽ 90-95 എന്തായാലും എല്ലാം ഉണ്ട്. ടൈമിംഗ് ബെൽറ്റ് ഇതുപോലെ ബെൽറ്റ് വരുന്നത് കമ്പൽസറി മാറ്റി തന്നെ ആവണം, ചേഞ്ച് ചെയ്ത് തന്നെ ആവണം. ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഇതിൽ നമ്മൾ 1 lakൻ്റെ എല്ലാ സർവീസിനും എല്ലാ ഫിൽറ്ററുകളും മാറുന്നുണ്ട്. അതുപോലെ വാൾക്കർ പാക്കിംഗ് മാറുന്നുണ്ട്, എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ, അതുപോലെ എല്ലാ ബെൽറ്റുകളും മാറുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ മേടിച്ചിരിക്കുന്ന എല്ലാ ഹുണ്ടായിയുടെ പാർട്സ് തന്നെയാണ്, OE പാർട്സ് തന്നെയാണ്. ബെൽറ്റ് ഇത് എയർ ഫിൽറ്ററാണ്. അതുപോലെ ഇത് ബെൽറ്റ്, ഈ ബെൽറ്റ് ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റാണ്. എല്ലാം ഒറിജിനൽ തന്നെയാണ്. ഇത് AC ബെൽറ്റ്, AC പവർ സ്റ്റിയറിംഗ് വരുന്ന ബെൽറ്റ്. ഇത് വാൾക്കർ പാക്കിങ്. ഇതാണ് ടൈമിംഗ് ബെൽറ്റ് വരുന്നത്. ടൈം ബെൽറ്റിന് കണ്ടപ്പോൾ ഒരു 583 രൂപയുള്ളൂ. OE തന്നെ, ഒറിജിനൽ ബെൽറ്റ് തന്നെ. മനസ്സിലായില്ല? ഈ നമ്മൾ 583 പിന്നെ പ്ലസ് ലേബറും വരുമ്പോൾ ഏകദേശം ഒരു ചെറിയൊരു എമൗണ്ട് വരുള്ളൂ. ഇത് നമ്മൾ മാറ്റാതെ ചെയ്യാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ആകെ ബുദ്ധിമുട്ടാകും. ചെറിയൊരു ശ്രദ്ധക്കുറവുകൊണ്ട് വലിയ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ 1 ലാഖിലും വരുന്നതിൽ മാറ്റി തന്നെ ആവണം. നമ്മൾ ഇടുന്നതെല്ലാം ഓയിൽ പാർട്സ് തന്നെയാണ് ഇടുന്നത്. ഈ ഓയിൽ ഫിൽറ്റർ അടക്കം നമ്മൾ ഓയിൽ തന്നെയാണ് കയറ്റുന്നത്. 89 രൂപ വരുന്നുള്ളൂ. ഇപ്പോൾ ടൈമിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ക്യാമിൽ ഇതിവിടെ ഒരു മാർക്കുണ്ട്, ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ആ മാർക്ക് ഇവിടെ ഒരു മാർക്കുണ്ട്. ആ മാർക്ക് രണ്ടും നമ്മൾ കറക്റ്റ് ലൈനാക്കി വയ്ക്കുക. അതാണ് ക്യാമിൻ്റെ മാർക്ക്. അതുപോലെ ക്രാങ്കിലും ഇതുണ്ട്. ഈ 2 യെല്ലോ പോയിൻറ്റിൻ്റെ ഇടയിലൊരു ഡോട്ട് മാർക്കുണ്ട്. അത് നേരെ അപ്പുറത്തൊരു ആരമുണ്ട്, കാണുന്നുണ്ടോ? ആ മാർക്കിലേക്ക് കറക്റ്റ് മാർക്കാക്കി വയ്ക്കുക. അത്രേ ഉള്ളൂ ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ മാർക്ക്. ആ മാർക്കിലിട്ട് പുതിയ ബെൽറ്റ് ഇട്ട് ടെൻഷനർ മാറി അത്രയുള്ള മാർക്ക്. ഇത് വണ്ടിയിലുള്ള എയർ ഫിൽറ്ററാണ്. ഉണ്ട്, ഫുള്ള് ബ്ലോക്കാണ് ഇത്. അത് മാത്രമല്ല ഇത് ജെന്യൂനല്ല എയർ ഫിൽറ്റർ. ജെന്യൂനായിട്ട് വരുന്ന എയർ ഫിൽറ്റർ ഇങ്ങനെയാണ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി ആയിട്ട് വരും. അപ്പോൾ ഇതിട്ടാൽ തന്നെ എൻജിൻ പെർഫോമൻസ് ഉണ്ടാവും, എന്നാലും ഇത് ഇടുമ്പോൾ അതിൻ്റേതായ ഒരു ഗുണം കാണിക്കും. ഒറിജിനലാകുമ്പോൾ അതിൻ്റേതായ ഗുണം കാണിക്കും. ഇത് നേരത്തുള്ള ബെൽറ്റാണ്, നോർമലായിട്ടുള്ള ബെൽറ്റല്ല, എയർ ഫിൽറ്ററാണ്, നോർമലായിട്ടുള്ളതാണ്. ഇത് ഒറിജിനൽ വരുന്നതാണ്. ഇതാണിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വണ്ടി വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബെൽറ്റുകൾ, അതുപോലെ പ്ലഗ്, ഫ്യൂൽ ഫിൽറ്റർ, എൻജിൻ ഓയിൽ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു വാൾ കവറിൻ്റെ, അതും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ലീക്കുകളെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ 1 ലാഖിൻ്റെ സർവീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു. വണ്ടി സ്മൂത്താണ്. നേരത്തെ ബെൽറ്റിൻ്റെ സൗണ്ടുകൾ, സ്റ്റിയറിംഗ് ടൈറ്റ്, ബെൽറ്റ് ലൂസായിട്ട് സ്റ്റിയറിങ്ങിൻ്റെ ടൈറ്റ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം വണ്ടി പെർഫെക്റ്റാണ്. നമ്മളിപ്പോൾ എല്ലാം 1 ലാഖിൽ മാറ്റേണ്ടതെല്ലാം മാറ്റി. പ്ലഗ്, ഫ്യൂൽ ഫിൽറ്റർ, ടൈം ബെൽറ്റ്, ഡ്രൈ ബെൽറ്റുകൾ, എയർ ഫിൽറ്റർ, അങ്ങനെയുള്ള എല്ലാം പ്ലഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓക്കെയാണ്. ഇപ്പോൾ സ്മൂത്ത് റണ്ണിങ് ആണ്. നേരത്തേക്കാളും നല്ല പുള്ളിങ് ഉണ്ട് വണ്ടി, സ്മൂത്തായിട്ടുണ്ട് ഓടിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനിയും വ്യത്യസ്തമായ വീഡിയോകളുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.